യദുകുലത്തിൽ ദേവകി വസുദേവന്മാരുടെ പുത്രനായി ഭാദ്രവമാസത്തിലെ രോഹിണി നക്ഷത്രത്തിൽ അന്ധകാരാവൃതമായ അർദ്ധരാത്രിയിൽ ചന്ദ്രോദയ സമയത്ത് യാഗത്തിനരണിയിൽ നിന്നും കടഞ്ഞെടുക്കുന്ന അഗ്നികണക്കെ നീലമേഘ ശ്യാമള വർണ്ണനായി ശ്രീവത്സത്തോടും വനമാലയോടും കൂടി ശ്രീഹരി അവതരിച്ചു. അഖില ഭാരത പാണ്ഡവീയ മഹാവിഷ്ണു സത്രം തൃച്ചിറ്റാറ്റം വരുന്ന മഹാവിഷ്ണുവിന്റെ സങ്കേതത്തിൽ യോഗേശ്വരനായ കൃഷ്ണനും ധനുർധരനായ പാർത്ഥനും കുരുക്ഷേത്ര ഭൂമിയിൽ ഒത്തുചേരുന്നു. രണഭൂമിയിൽ നിരായുധനായ കൃഷ്ണനാണ് ഏറ്റവും കർമ്മോത്സുകനായ പോരാളി. യുദ്ധത്തിൽ ആയുധമെടുത്തില്ലെങ്കിലും യുദ്ധത്തിന്റെ അമരം മുഴുവനും പാർത്ഥസാരഥിയായിരുന്ന കൃഷ്ണന്റെ കൈകളിലായിരുന്നു. പാർത്ഥനും യുധിഷ്ഠിരനും ദുർബലരാകുന്ന സന്ദർഭങ്ങളിലെല്ലാം ഭഗവാൻ അവർക്ക് വേണ്ട പ്രായോഗിക ഉപദേശങ്ങൾ നൽകുന്നു. അധർമ്മം ചെയ്യുന്നവർക്കും അധർമ്മത്തിന് കൂട്ടുനിൽക്കുന്നവർക്കും ഒരേ ശിക്ഷയാണ് ഭഗവാൻ നൽകുന്നത്. ലോക നന്മയെ മുൻനിർത്തി ചെയ്യുന്ന കർമ്മങ്ങളെ ഭഗവാൻ അധർമ്മമായി കണക്കാക്കിയിരുന്നില്ല. യുദ്ധഭൂമിയിൽ കർണന്റെ രഥചക്രം താണുപോയപ്പോൾ കർണൻ ചെയ്ത അധർമ്മത്തെ ഓർമ്മിപ്പിച്ച് രഥമുയർത്താൻ അവസരം കൊടുക്കാതെ കർണനെ സംഹരിക്കാൻ പാർത്ഥനോട് ഭഗവാൻ ഉപദേശിക്കുന്നു. കൗരവ പാണ്ഡവ യുദ്ധത്തിൽ പോരാടി മരിച്ചവർ അന്ത്യനിമിഷത്തിൽ പീലിത്തിരുമുടിയും പീതാംബരവും ചാർത്തി കൗസ്തുഭവും കവചകുണ്ടലങ്ങളും ധരിച്ച് സുസ്മേരവദനായി നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടുകൊണ്ടാണ് സ്വർഗം ഭൂകിയത്. എതിർപക്ഷത്തു നിന്ന് യുദ്ധം ചെയ്തവർക്ക് കൂടി പരമഗതി നൽകുന്നതിന് വേണ്ടിയാണ് എല്ലാ സത്യവും അറിയാവുന്ന ഭഗവാൻ പാർത്ഥസാരഥിയായത്. പാർത്ഥനെ കർമ്മനിരതരാക്കാൻ ഉപദേശിക്കുന്ന ഭഗവാൻ തന്നെയാണ് തന്റെ പ്രധാനമന്ത്രിയായ ഉദ്ധവരെ കർമ്മവിമുക്തിയുടെ ഉപദേശം നൽകി ബദരീകാശ്രമത്തിലേക്ക് അയച്ചതും. കുരുക്ഷേത്ര ഭൂമിയിൽ ഗാന്ധീവം താഴെ വെച്ച് തളർന്നതെന്ന പാർത്ഥനെ ഭഗവാൻ കർമ്മനിരതനാക്കി തീർത്തു. നിരാശനായി നിന്ന പാർത്ഥനെ ഉചിതമായ ഉപദേശങ്ങളാൽ അദ്ദേഹത്തിന്റെ കർത്തവ്യബോധത്തെ ഉണർത്തി ആഗ്രഹങ്ങൾ പരിമിതപ്പെടുത്തുകയും പ്രതിഫലേച്ഛ കൂടാതെ കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ മാത്രമേ ഈശ്വര ശാന്തിയും മനഃശാന്തിയും ലഭിക്കുകയുള്ളൂ എന്ന് ശ്രീ മഹാഭാരതം വിളംബരം ചെയ്യുന്നു. ആറാമത് അഖില ഭാരത പാണ്ഡവീയ മഹാവിഷ്ണു സത്രം തൃച്ചിറ്റാറ്റ് മഹാവിഷ്ണുവിന്റെ സങ്കേതത്തിൽ